നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രിയദർശിനി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങുകളും പുഷ്പാർച്ചനയും. മതതീവ്രവാദത്തിനും ശൈശവ വിവാഹത്തിനുമെതിരെ ഡിവൈഎഫ്ഐ പെരുങ്ങോട്ടുകരയിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ആഗോള പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ഷൈൻ ടി ഭാസ്കറിന് ഉചിതമായ യാത്രയയപ്പ് നൽകി. വാർത്തകൾ വിശദമായി. താന്യം മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാജിയുടെ 29ാം രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. പെരുങ്ങോട്ടുകര മൂന്നുംകുടിയ സെന്ററിൽ നടന്ന ദിനാചരണം DCC അംഗം CA ജോസ് ഉദ്ഘാടനം ചെയ്തു. ഈ 29 വർഷം കഴിയുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഈ രാജ്യത്ത് മൊത്തം ഇതുപോലെ മണ്ഡലം തലത്തിലും അതുപോലെ വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലൊക്കെ ഇന്ദിരാജിയുടെ സ്മരിക്കുന്നതിന് വേണ്ടി നമ്മൾ യോഗം കൂടുകയും പുഷ്പാർച്ചന ചെയ്യുന്നതിന്റെ ഭാഗമായി താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നമ്മൾ ഒത്തുകൂടി നമ്മുടെ ഇന്ദിരാജിയുടെ സ്മരണയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ അധ്യക്ഷന് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഇന്ദിരാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഊന്നിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു നമ്മുടെ ശ്രീമതി ഇന്ദിരാജി. ഇന്ദിരാജി എങ്ങനെ മരണപ്പെട്ടു എന്ന് ചോദിച്ചാൽ സ്വന്തം അവരുടെ ഭടന്മാരിൽ നിന്ന് തന്നെ വെടിയേറ്റ് രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ഉണ്ടായത്. അത് എന്തിനു വേണ്ടി മരിച്ചു എന്ന് ചോദിച്ചു തന്നാൽ നമുക്കറിയാം. താന്യം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജയൻ പൊറ്റേക്കാട്ട് അധ്യക്ഷനായി. നേതാക്കളായ VK സുശീലൻ, CC ശിവാനന്ദൻ, CT ജോസ്, സീന തെക്കിനിയടത്ത്, ജയശ്രീ രാധാകൃഷ്ണൻ, KN വേണുഗോപാൽ, EC പോൾ, സിജോ പുലിക്കോട്ടിൽ, ആൻഡോ തുറയൻ, VK ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ദിനാചരണം ആചരിച്ചു. അന്തിക്കാട് നടയിൽ നടന്ന അനുസ്മരണ യോഗം KPCC സെക്രട്ടറി MR രാംദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷനായി. DCC അംഗങ്ങളായ സുനിൽ അന്തിക്കാട്, ജോസ് വള്ളൂർ തുടങ്ങിയവരും നേതാക്കളായ ഗൗരി ബാബു മോഹൻദാസ്, E രമേശൻ, KB രാജീവ്, V രാജു, ഉണ്ണി മാളിയക്കൽ, ജോർജ് അരിമ്പൂർ, PS വാസു, VB ലിബീഷ് എന്നിവരും സംസാരിച്ചു. പെരുങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ കമ്പ്യൂട്ടറൈസേഷൻ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KK ശ്രീനിവാസൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് PR സുരേന്ദ്രനാഥ് അധ്യക്ഷനായി. മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല ടീച്ചറും നിർവഹിച്ചു. ജില്ലാ അസിസ്റ്റന്റ് രജിസ്ട്രാർ VK ജയരാജ് മുഖ്യ അതിഥിയായി. പ്രൈമറി കോഓപ്പറേറ്റീവ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV രാജു, KK അനിൽ, KV ഭക്തവത്സലൻ, അജയൻ പൊറ്റേക്കാട്ട്, PC ശ്രീദേവി, CT ജോസ്, KB ജോഷിബാബു, സിദ്ധൻ പറയങ്ങാട്ടിൽ, ധർമ്മരാജൻ പൊറ്റേക്കാട്ട് എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി ഷൈനി റിപ്പോർട്ടും NA പീതാംബരൻ സ്വാഗതവും TK രാമകൃഷ്ണൻ നന്ദിയും ഇപ്പോൾ സഹകരണ ബാങ്ക് എന്ന നിലയിൽ ഏതൊരു ബാങ്കിംഗ് പ്രവർത്തനവും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗദർശനം നൽകാൻ ജില്ലയിൽ നിന്ന് ജയരാജ് സാറിനും എന്റെയും ജീവന നമ്മുടെ സഹകരണ വളരെ നിർണായകമായ ഒരു പങ്കാണ്. പഴുവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ ഫ്ലവേഴ്സ് ഡേ ആഘോഷിച്ചു. സ്കൂൾ മുറ്റത്തും ഹാളുകളിലും വിവിധങ്ങളായ പൂക്കൾ ഒരുക്കിയാണ് കുട്ടികൾ ഫ്ലവേഴ്സ് ഡേ വർണ്ണാഭമാക്കിയത്. പൂക്കൾ തൊപ്പികൾ വെച്ചും പൂക്കളുകൾ ശരീരത്തിൽ ധരിച്ചും നടത്തിയ മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഡേയുടെ ഉദ്ഘാടനം ശ്രീഗോകുലം പബ്ലിക് സ്കൂൾസ് എഡ്യൂക്കേഷണൽ ഡയറക്ടർ ഡോക്ടർ അയ്യപ്പൻ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ തൃപ്തി S നായർ അധ്യക്ഷയായി. അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ശ്രീജ ബോസ്, അധ്യാപകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
കനത്ത മഴയിൽ അന്തിക്കാട് പുത്തൻകോവിലകം കടവ് ലിങ്ക് റോഡ് തകർന്നു. ഇതോടെ ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ക്ഷേത്രത്തിലേക്കും കോൾപ്പടവുകളിലേക്കുമുള്ള എളുപ്പവഴി കൂടിയായ ഈ റോഡ് അടഞ്ഞതോടെ ജനം ബുദ്ധിമുട്ടിലായി. റോഡിലെ മണ്ണ് കനത്ത മഴയിൽ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങിയതാണ് റോഡ് തകരാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം രാത്രി സമയത്ത് ഇതുവഴി വന്ന ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽ പെട്ടിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളടക്കം സൈക്കിളിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് അപകടത്തിന് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് സമീപവാസികൾ അധികൃതരോട് ആവശ്യപ്പെട്ടു. പൊട്ടിച്ചാടി പോയിട്ട് ഇത് മിഞ്ഞാന്ന് ഇതിലൊരു പെണ്ണ് വീണു. കുട്ടികളൊക്കെ ഇടയ്ക്കിട്ട് സൈക്കിളിൽ പോകുമ്പോ കെട്ടിമറിഞ്ഞ് വീഴുന്നുണ്ട്. ഇനിയിപ്പോ ഇത്തിരി കഴിയുമ്പോ ഞങ്ങളുടെ വീടും ഇങ്ങനെ കുത്തിയൊലിച്ചു. റോഡ് ലിങ്ക് ചെയ്യണ തുഷാര അംഗനവാടി റോഡ് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിരുന്ന മെമ്പർ വന്ന് കാണുകയും ചെയ്ത്. എന്താ പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ? ഒന്നും പറഞ്ഞില്ല. ഗീതാഗോപി അവിടെ നിന്നിട്ട് കണ്ടുപോയി, ഇങ്ങോട്ട് വന്നില്ല. MLA പിന്നെ നമ്മുടെ ചന്ദ്രികേച്ചി കണ്ടുപോയി. അവരോടൊക്കെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് എടുത്തിട്ട് എത്ര നാളായി റോഡ്? അറിയില്ല. കുറെ കൊല്ലായി റോഡ്. ശൈശവ വിവാഹത്തിനും മത തീവ്രതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ താന്യം പഞ്ചായത്ത് DYFI കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. പെരുങ്ങോട്ടുകര 3 കുടിയ സെന്ററിൽ നിന്ന് പ്രകടനമായാണ് 4 കുടിയ സെന്ററിൽ എത്തിയത്. എന്നാലിനിയും പുറകോട്ടില്ല. തുടർന്ന് നടന്ന കൂട്ടായ്മ SFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജിർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ട്രെയിനിറങ്ങി കാളവണ്ടിയിൽ കൂടി തൃശൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സഞ്ചരിച്ച കാളവണ്ടിക്ക് മുന്നിൽ കൂടി ഒരു ചെറുപ്പക്കാരൻ പ്രത്യേക ശബ്ദമുണ്ടാക്കി ഓടുകയാണ്. എന്താ സംഭവം എന്നന്വേഷിച്ചപ്പോൾ വിവേകാനന്ദൻ ഉയർന്ന സവർണനാണ്. തുണി കറുത്ത ആരെങ്കിലും വഴിയിൽ കൊണ്ടെങ്കിൽ മാറി നിൽക്കണം, കണ്ണിൽ പോലും കണ്ടുകൂടാ. ആ സാമൂഹ്യ വ്യവസ്ഥ നോക്കിയിട്ടാണ് കേരളത്തിലെ മനുഷ്യരെ അന്ന് നോക്കിയിട്ട് മലബാർ ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ വിളിച്ചത്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ മാത്രമല്ല, ആ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മുടെ നാട്ടിലെ സാധാരണ അവർണന്റെ വീട്ടിലെ സ്ത്രീക്കുണ്ടായിരുന്നില്ല. ആണുങ്ങളാണെങ്കിൽ വഴിയിൽ കൂടി നടന്നാൽ ശിക്ഷയാണ്. പക്ഷെ സ്ത്രീകൾ സവർണൻ നടന്നു വരുന്ന വഴിയിൽ കൂടി നടന്നു പോകുന്നുണ്ടെങ്കിൽ സ്വന്തം മാറത്തുള്ള വസ്ത്രം മാറ്റി പ്രദർശിപ്പിക്കണം. അവിടെ കാണാനോ ദൃശ്യക്കോ പ്രശ്നമില്ല. DYFI ജില്ലാ സെക്രട്ടറി C സുമേഷ്, OS സുബീഷ്, സന്ദീപ് K ജോസഫ്, ES കൃഷ്ണകുമാർ, സുധാ ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊക്കെ അറിയാം, കലാസാഹിത്യ രംഗങ്ങളിൽ മലയാളത്തിന്റെ യശസ് വാനോളം ഉയർത്താൻ വളർന്നു വരുന്ന പ്രതിഭകളുടെ സർഗസംഗമ വേദിയാണ് സ്കൂൾ യുവജനോത്സവങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപജില്ലാ കലോത്സവങ്ങൾ. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കേരളത്തിന്റെ പ്രബുദ്ധതയ്ക്ക് ചാരുത നൽകിയ ജനകീയ നേതാക്കൾ അവർ സ്കൂൾ യുവജനോത്സവ വേദികളിൽ, ഉപജില്ലാ കലോത്സവ വേദികളിൽ, പ്രസംഗ വേദികളിൽ മിന്നൽ പിളറുകൾ സൃഷ്ടിച്ച കലോത്സവ വേദികൾ, അതെല്ലാം ഓർമ്മപ്പെടുത്തുന്നതാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഉപജില്ലാ കലോത്സവം. അപ്പൊ നമുക്കിത് വളരെ അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു ഓഫീസ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വളരെയേറെ കൃത്യതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോയി ഉപജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ഫണ്ടും ചടങ്ങിൽ ഏറ്റുവാങ്ങി. CK കുട്ടൻ മാസ്റ്റർ അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു. CM നൌഷാദ്, KH സുരേന്ദ്രൻ, KV സുകുമാരൻ, ശ്രീദേവി, KK ലീല, IK ലെവൻ, AA ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു.
യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാറിൽ നടന്ന ഇന്ദിരാഗാന്ധി അനുസ്മരണം നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PR വിജയൻ ഉദ്ഘാടനം ചെയ്തു. PM സിദ്ദിഖ് അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ മുഖ്യ അതിഥിയായി. ഏറ്റവും എതിർപ്പുള്ളത് നമ്മൾ ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇന്ന് രാഹുൽ ഗാന്ധി വീണ്ടും പറയുന്ന സ്ഥിതിയിലേക്ക് നമ്മളെത്തി. നമ്മുടെ എൻ്റെ മുത്തശ്ശി നമ്മുടെ മുത്തശ്ശിയെ വെടിവെച്ചു കൊന്നു. ഇതുപോലെ തന്നെ എൻ്റെ അച്ഛനെയും അങ്ങനെ വധിച്ചു. ഞാനും വേണ്ടി വന്നാൽ മരിക്കുന്നതിൽ എനിക്കൊരു പേടിയില്ല എന്ന് രാഹുൽ ഗാന്ധി അടുത്ത ദിവസങ്ങളുടെ പ്രസ്താവന നമ്മൾ വായിക്കാൻ ഇടയായി. എന്തായാലും ഈ അനുസ്മരണ സമ്മേളനത്തിൽ നാട്ടിക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, DCC അംഗം അയ്യപ്പൻകുട്ടി, PV ജനാർദ്ദനൻ, MR രാജൻ, PK നന്ദനൻ, PC രാമനാഥൻ, MV വിമൽകുമാർ, PSP നസീർ, EV ധർമ്മൻ, AH റഷീദ്, ഷൈൻ നാട്ടിക തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള.